നമസ്കാരം. ദേശീയഗീതമായ വന്ദേമാതരം പൂർണ്ണമായി ആലപിക്കണമെന്ന് കേന്ദ്ര സർക്കാരും മുഴുവൻ പാടില്ലെന്ന് കോൺഗ്രസും ഉറപ്പിച്ചിരുന്നു. ഈ നിലപാടുകൾ മാറ്റിമറിച്ച ആദ്യ വേദിയായിരുന്നു സ്വാതന്ത്ര്യദിനാഘോഷം. ചരിത്രത്തിലാദ്യമായി ചെങ്കോട്ടയിൽ വന്ദേമാതരം പാടി കേന്ദ്ര സർക്കാർ നിലപാട് വ്യക്തമാക്കി. നഖശിഖാന്തം എതിർത്ത കോൺഗ്രസ് തങ്ങളുടെ ആസ്ഥാനത്ത് പൂർണ്ണമായും പാടി. കോൺഗ്രസിനെതിരെ ദേശീയതലത്തിലും സംസ്ഥാനത്തും ആയുധമാക്കുകയാണ് BJP. എന്തായാലും പാടിയും പാടാതെയും കോൺഗ്രസ് അക്ഷരാർത്ഥത്തിൽ പെട്ടിരിക്കുകയാണ്. ടോപ് 10ലേക്ക് പ്രേക്ഷകർക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കേരള സർക്കാർ വന്ദേമാതരം ഒഴിവാക്കിയത് ദേശീയ തലത്തിൽ വിവാദമാക്കി BJP. കോൺഗ്രസ് ആസ്ഥാനത്ത് വന്ദേമാതരം തടസ്സപ്പെടുത്താൻ ശ്രമിച്ചതിന് സോണിയാഗാന്ധി പരസ്യമായി മാപ്പു പറയണമെന്ന് BJP. ആദ്യ 2 ചരണങ്ങൾ മാത്രം പാടിയാൽ മതിയെന്ന നിർദ്ദേശം ഗായക സംഘത്തിന് നൽകാൻ വിട്ടുപോയെന്ന വിശദീകരണവുമായി സേവാദൾ നേതൃത്വം. വന്ദേമാതരം വിഭാഗീയ അജണ്ടയുടെ ഭാഗമെന്ന് KC വേണുഗോപാൽ MP. BJPക്കുള്ളിലെ തിരഞ്ഞെടുപ്പ് ഫണ്ട് തട്ടിപ്പിൽ പാർട്ടിക്ക് പരാതിയൊന്നും ലഭിച്ചിട്ടില്ലെന്ന് സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. അന്വേഷണ കമ്മീഷനെയോ അച്ചടക്ക സമിതിയെയോ നിയോഗിച്ചിട്ടുണ്ടെന്ന വാർത്തകൾ തള്ളി. പൂഞ്ഞാറിൽ BJPക്ക് വേണ്ടി 4.5 കോടി എത്തിയെന്ന വെളിപ്പെടുത്തലിൽ മലക്കം മറിഞ്ഞ് PC ജോർജ്. പ്രാദേശിക നേതാക്കൾ തെറ്റിദ്ധരിപ്പിച്ചെന്ന് വിശദീകരണം. BJPയിൽ നിന്നും രാജി പ്രഖ്യാപിച്ച് നടൻ ദേവൻ. പ്രതിപക്ഷ ഉപനേതൃപദവി വീണ്ടും ആവശ്യപ്പെടാൻ CPI. ആവശ്യം അംഗീകരിക്കാനാകില്ലെന്ന് CPM. നിയമസഭാ തിരഞ്ഞെടുപ്പ് തോൽവിക്ക് ശേഷമുള്ള ആദ്യ ഇടതുമുന്നണി യോഗം നാളെ. സോഷ്യൽ മീഡിയയിൽ ബാലസംഘം പ്രവർത്തകരുടെ കുട്ടി സഖാവ് എന്ന ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിന് മെറ്റയുടെ പൂട്ട്. നടപടി പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ കമന്റിട്ട അക്കൗണ്ടിന്. കാലടി സംസ്കൃത സർവകലാശാലയിലെ ഒരു സംഘം വിദ്യാർത്ഥികൾ കയ്യേറ്റം ചെയ്തുവെന്ന വൈസ് ചാൻസലർ സീസ തോമസിന്റെ പരാതിയിൽ നടപടി. 4 SFI പ്രവർത്തകർ കസ്റ്റഡിയിൽ. പ്രതിഷേധത്തെ അടിച്ചമർത്താമെന്ന് കരുതേണ്ട എന്ന് SFI. വന്ദേ മാതരത്തെക്കുറിച്ച് കേരള സർവകലാശാല വൈസ് ചാൻസലർ നടത്തിയ പരാമർശത്തിൽ പ്രതിഷേധവുമായി SFIയും KSUവും. നാളെ സർവകലാശാല ആസ്ഥാനത്തേക്ക് മാർച്ച്. മെസ്സിയെ കേരളത്തിൽ എത്തിക്കുമെന്ന് വാഗ്ദാനം ചെയ്തുള്ള പണമിടപാടിൽ GST അന്വേഷണം നാളെ. നടപടി സ്പോൺസറായ റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനി 22 കോടിയിലേറെ രൂപ നികുതി അടയ്ക്കാത്തതിൽ പ്രത്യേക അന്വേഷണ സംഘം നാളെ കാഞ്ഞങ്ങാട് നേരിട്ടെത്തി പരിശോധന നടത്തും. അത്തം പിറന്നു, ഇനി ഓണാഘോഷത്തിന്റെ നാളുകൾ. തൃപ്പൂണിത്തുറയിൽ അത്തച്ചമയ ഘോഷയാത്ര. തൃപ്പൂണിത്തുറയെ ചരിത്ര പൈതൃക നഗരമാക്കി മാറ്റണമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. ചിങ്ങമാസ പൂജകൾക്കായി ശബരിമല നട തുറന്നു. ഹോർമൂസിലൂടെ പശ്ചിമേഷ്യയിലേക്ക് കടക്കാനുള്ള പ്രത്യേക റൂട്ടുകൾ തയ്യാറാക്കി ഇറാനും ഒമാനും. ഉപരോധം അവസാനിപ്പിക്കാതെ ഹോർമൂസ് പൂർണ്ണമായും തുറക്കില്ലെന്ന് ഇറാൻ. ലബനനിൽ കടുത്ത ആക്രമണവുമായി ഇസ്രായേൽ. അടിക്ക് തിരിച്ചടിയുമായി റഷ്യയും യുക്രൈനും. റഷ്യയിൽ ഡ്രോൺ ആക്രമണത്തിൽ 7 മരണം. യുക്രൈനിലേക്ക് മിസൈലുകൾ വർഷിച്ച് റഷ്യ. 8 മരണം. ഓസ്ട്രേലിയക്കെതിരായ ടെസ്റ്റ് പരമ്പരയിൽ ചരിത്ര ജയവുമായി ബംഗ്ലാദേശ്. ഓസ്ട്രേലിയൻ മണ്ണിൽ ബംഗ്ലാദേശിന്റെ ആദ്യ ടെസ്റ്റ് വിജയം. ശ്രീലങ്കയ്ക്കെതിരായ ആദ്യ ടെസ്റ്റിൽ ഇന്ത്യ മികച്ച നിലയിൽ. 2ാം ദിനം 9 വിക്കറ്റിന് 460 റൺസ് എന്ന നിലയിൽ. ഹോക്കി ലോകകപ്പിൽ ചൈനയെ സമനിലയിൽ കുരുക്കി ഇന്ത്യൻ വനിതകൾ. PM ശ്രീ പദ്ധതിക്കെതിരെ വീണ്ടും മന്ത്രി KM ഷാജി. അധികാരം വന്നതുകൊണ്ട് നിലപാടുകൾ മാറ്റില്ലെന്നും PM ശ്രീ അറബിക്കടലിലല്ല അഴുക്കുചാലിലാണ് വലിച്ചെറിയേണ്ടതെന്നും വിമർശനം. തന്റെ വകുപ്പായിരുന്നെങ്കിൽ PM ശ്രീ തടഞ്ഞേനെയെന്നും KM ഷാജി. സ്റ്റോറി ഓഫ് ദ ഡേ. മാതൃകയായ ഒരു കുട്ടി കർഷകൻ.
രാജ്യത്ത് വന്ദേ മാതരത്തിലെ വിവാദം ഒഴിയുന്നില്ല. കോൺഗ്രസിനെതിരെ ആയുധമാക്കുകയാണ് BJP. കോൺഗ്രസ് ആസ്ഥാനത്ത് ദേശീയ പതാക ഉയർത്തിയ ചടങ്ങിൽ വന്ദേ മാതരം തടസ്സപ്പെടുത്താൻ ശ്രമിച്ചതിന് സോണിയാഗാന്ധി പരസ്യമായി മാപ്പ് പറയണമെന്നാണ് BJPയുടെ ആവശ്യം. വന്ദേ മാതരം പാടിയപ്പോൾ കുറ്റകൃത്യം നടന്നതുപോലെയാണ് സോണിയാഗാന്ധി പ്രതികരിച്ചതെന്നും BJP വക്താവ് പ്രദീപ് ഭണ്ഡാരി പറഞ്ഞു. രാഹുലിന്റെയും സോണിയാഗാന്ധിയുടെയും നിർദ്ദേശപ്രകാരമാണ് കേരളത്തിൽ വന്ദേ മാതരത്തിന് നിയന്ത്രണം ഏർപ്പെടുത്തിയതെന്നും അദ്ദേഹം വിമർശിച്ചു. വിവാദങ്ങളിൽ അതൃപ്തി അറിയിച്ച് ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ കുടുംബം സോണിയാഗാന്ധിക്ക് കത്ത് നൽകി. പാർട്ടി നയങ്ങൾക്ക് വിരുദ്ധമായി കോൺഗ്രസ് ആസ്ഥാനത്ത് വന്ദേമാതരം പൂർണ്ണമായും ആലപിച്ചതിൽ തീർത്തും പ്രതിരോധത്തിലായിരിക്കുകയാണ് കോൺഗ്രസ്. വന്ദേമാതരത്തെ അപമാനിച്ചാൽ ശിക്ഷ ഉറപ്പാക്കുന്ന ബില്ലിനെ പാർലമെന്റിൽ എതിർക്കുകയും കോൺഗ്രസ് ഭരിക്കുന്ന കേരളത്തിൽ സ്വാതന്ത്ര്യദിന ചടങ്ങിൽ വന്ദേമാതരത്തിന് നിയന്ത്രണം ഏർപ്പെടുത്തിയ ഘട്ടത്തിലായിരുന്നു പാർട്ടി ആസ്ഥാനത്ത് തന്നെ വന്ദേമാതരം പൂർണ്ണമായും പാടിയത്. വന്ദേമാതരം ആലപിക്കുന്നത് തടയാൻ ശ്രമിച്ചതിന് സോണിയാഗാന്ധി രാജ്യത്തോട് മാപ്പ് പറയണമെന്ന് BJP ആവശ്യപ്പെട്ടു. വന്ദേമാതരം പാടിയപ്പോൾ കുറ്റകൃത്യം നടന്നതുപോലെയായിരുന്നു സോണിയാഗാന്ധിയുടെ പ്രതികരണമെന്നും BJP വക്താവ് പ്രദീപ് ഭണ്ഡാരി വിമർശിച്ചു. രാഹുലിൻ്റെയും സോണിയാഗാന്ധിയുടെയും നിർദ്ദേശം അനുസരിച്ചാണ് കേരളത്തിൽ ഔദ്യോഗിക പരിപാടിയിൽ വന്ദേമാതരം ഒഴിവാക്കിയതെന്നും അദ്ദേഹം പറഞ്ഞു. വന്ദേമാതരം പാടുന്നത് കോൺഗ്രസ് നയമല്ല എന്ന് രാഹുൽ ഗാന്ധി സേവാദൾ പ്രവർത്തകരോട് പറയുന്ന ദൃശ്യങ്ങളും നിഷികാന്ത് ദുബെ MP പുറത്തുവിട്ടിരുന്നു. അതേസമയം വിവാദങ്ങളിൽ അതൃപ്തി അറിയിച്ച് വന്ദേമാതരത്തിന്റെ രചയിതാവ് ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ കുടുംബം സോണിയാഗാന്ധിക്ക് കത്തയച്ചു. വിവാദങ്ങൾ കടുത്ത അപമാനമുണ്ടാക്കി. കോൺഗ്രസ് രാജ്യത്തെ പൗരന്മാരോട് പ്രത്യേകിച്ച് ബംഗാൾ ജനതയോട് മാപ്പ് പറയണമെന്നും ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ കുടുംബാംഗമായ സുമിത്രോ ചാറ്റർജി കത്തിൽ ആവശ്യപ്പെട്ടു. വന്ദേമാതരം പൂർണ്ണമായും പാടുന്നതിൽ തെറ്റില്ലെന്നും സോണിയാഗാന്ധി വന്ദേമാതരം തടസ്സപ്പെടുത്തിയിട്ടില്ല എന്നുമാണ് ജയറാം രമേശ് ഉൾപ്പെടെയുള്ള നേതാക്കൾ നൽകിയ വിശദീകരണം. കോൺഗ്രസ് ഭരിക്കുന്ന കർണാടകയിലും ഹിമാചൽ പ്രദേശിലും സ്വാതന്ത്ര്യദിനാഘോഷ ചടങ്ങിൽ വന്ദേമാതരം പൂർണ്ണമായും ആലപിച്ചിരുന്നു. അമൃത ന്യൂസ്, ന്യൂഡൽഹി. വന്ദേ മാതരം ബിൽ വിഭാഗീയ അജണ്ടയുടെ ഭാഗമെന്ന് KC വേണുഗോപാൽ MP. AICC ആസ്ഥാനത്തുണ്ടായത് ആശയവിനിമയത്തിന്റെ പ്രശ്നമായിരുന്നു. വന്ദേ മാതരത്തെ ബഹുമാനിക്കുന്നവരാണ് കോൺഗ്രസ് എന്നും BJPക്ക് എല്ലാം ആയുധമാണെന്നും AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ MP കരുനാഗപ്പള്ളിയിൽ മാധ്യമപ്രവർത്തകരോട് പ്രതികരിച്ചു. വന്ദേ മാതര വിഷയത്തിൽ കേരള സർക്കാർ എടുത്ത തീരുമാനം ശരിയായിരുന്നുവെന്നും KC വ്യക്തമാക്കി. അല്ല, അതൊരു ആശയവിനിമയത്തിന്റെ പ്രശ്നമാണ്. നിങ്ങൾക്ക് കോൺഗ്രസിന് ഇതിനകത്ത് വ്യക്തമായ നിലപാടുണ്ട്. മഹാത്മാഗാന്ധിയോട് ആലോചിച്ച് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവും രവീന്ദ്രനാഥ് ടാഗോറും കൂടി ഉൾപ്പെട്ടിട്ടാണ് ഈ വന്ദേമാതരം ഉണ്ടായത്. ആ വന്ദേമാതരത്തെ വിഭാഗീയ അജണ്ടയ്ക്ക് വേണ്ടി ഉപയോഗിക്കാൻ വേണ്ടി ഈ ബഹളത്തിനിടയിൽ പാസ്സാക്കിയെടുത്തതാണ് അവരുടെ ബില്ല്. ഞങ്ങൾ വന്ദേമാതരത്തെ ബഹുമാനിക്കുന്നവരാണ്, ജനഗണമനയും അതുപോലെ ബഹുമാനിക്കുന്നവരാണ്, ദേശീയ ഗാനത്തെ, ഈ ദേശത്തെ ബഹുമാനിക്കുന്നവരാണ്. ആദ്യം അരുണാചലിലെ ഭൂമി എന്ന് പിടിച്ചെടുക്കാൻ പറ. സ്വാതന്ത്ര്യ ദിനാഘോഷ ചടങ്ങിൽ കേരളത്തിൽ വന്ദേ മാതരം ആലപിക്കാത്തത് ഗുരുതരമായ നിയമലംഘനമാണെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ MLA. മുഖ്യമന്ത്രി VD സതീശൻ സത്യപ്രതിജ്ഞാ ലംഘനം നടത്തിയെന്നും കോൺഗ്രസ് ഭരിക്കുന്ന മറ്റ് സംസ്ഥാനങ്ങളിൽ വന്ദേ മാതരം പാടിയിട്ടും കേരളത്തിൽ പാടാത്തത് സതീശൻ സർക്കാർ ലീഗിനും ജമാഅത്തെ ഇസ്ലാമിക്കും കീഴടങ്ങിയതുകൊണ്ടാണെന്നും അദ്ദേഹം ആരോപിച്ചു. VD സതീശൻ നയിക്കുന്ന ഈ സർക്കാർ രാജ്യത്തിൻ്റെ നിയമങ്ങൾ പാലിച്ചിട്ടില്ല, നിയമങ്ങളെ ലംഘിച്ചു. നിയമങ്ങൾ പാലിക്കണം, നിയമങ്ങൾ ലംഘിച്ചാൽ അതിൻ്റെ കോൺസിക്വൻസസ് ഉണ്ടാവും എന്ന് ഇന്ന് ഞങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നു. എന്ത് കാരണവശാലാണ് ഈ കേരളത്തിൽ മാത്രം ഇത് നടക്കുന്നത്? ഇത് ചോദിക്കേണ്ട ഒരു ചോദ്യമാണ്. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗും ജമാഅത്തെ ഇസ്ലാമിനെയും കേരള രാഷ്ട്രീയത്തിൽ മെയിൻ സ്ട്രീം ചെയ്ത് അവർ ഭരണത്തിനെ കൺട്രോൾ ചെയ്യാൻ തുടങ്ങിയാൽ അപകടം ഇവിടെ ഉണ്ടാവും എന്ന് ഞങ്ങൾ അന്ന് പറഞ്ഞതാണ്. വന്ദേ മാതരത്തിന്റെ മുഴുവൻ ഈരടികളും ബഹുസ്വര സമൂഹത്തിന് ഉൾക്കൊള്ളാനാവുന്നതല്ലെന്നും അത് മുഴുവൻ പാടുന്നതിനെ ആദ്യം എതിർക്കുന്നത് യഥാർത്ഥ ഹിന്ദു വിശ്വാസിയാണെന്നും PA മുഹമ്മദ് റിയാസ് MLA. മുഖ്യമന്ത്രിയും ആരോഗ്യമന്ത്രിയും ആളുകളെ പേടിപ്പിക്കുകയാണ്. വന്ദേ മാതരം തടഞ്ഞാൽ അത് ശിക്ഷയായിരിക്കുമെന്ന പരസ്യത്തിന്റെ ബ്രാൻഡ് അംബാസഡർമാരായി അവർ മാറിയെന്നും അദ്ദേഹം കോഴിക്കോട് വിമർശിച്ചു. വന്ദേ മാതരത്തിൽ ഒരു ശക്തമായ നിലപാടെടുക്കാൻ UDF ഗവൺമെൻറ് പറ്റുന്നില്ല. ഒരു യഥാർത്ഥ ഹിന്ദു മതവിശ്വാസി ഒരിക്കലും ഒരു സർക്കാർ പരിപാടിയിൽ വന്ദേ മാതരം മുഴുവൻ പാടുന്നതിനോട് യോജിക്കില്ല. വന്ദേ മാതരത്തിൽ ആദ്യ 2 ഈരടികൾ ജനങ്ങളെ ഒന്നിപ്പിക്കാനാണ്, അത് സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിനുൾപ്പെടെ ഉപയോഗിച്ചതാണ്. എന്നാൽ വന്ദേ മാതരം മുഴുവൻ ഈരടികളും ബഹുസ്വര സമൂഹത്തിൽ അത് എല്ലാ മതവിഭാഗങ്ങളും ഉൾക്കൊള്ളുന്നതല്ല. ഒരു യഥാർത്ഥ ഹിന്ദു മതവിശ്വാസി ഒരിക്കലും
യഥാർത്ഥ ഹിന്ദു മതവിശ്വാസി ആരാധിക്കുന്ന ദൈവത്തെ മറ്റു മതവിശ്വാസികളും ആരാധിക്കണമെന്ന് നിർബന്ധം പിടിക്കില്ല. വന്ദേമാതരത്തിൽ കോൺഗ്രസിന് ആശയപരമായി വ്യക്തതയില്ലെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. ചരട് പൊട്ടിയ പട്ടം പോലെയാണ് പുതിയ കോൺഗ്രസ്. വന്ദേമാതരം പാടിയപ്പോൾ രാഹുൽ ഗാന്ധിയും സോണിയാഗാന്ധിയും കേട്ടു നിന്നുവെന്നും ബിനോയ് വിശ്വം പറഞ്ഞു. ഒരു ജനാധിപത്യ ബോധമുള്ള പാർട്ടി മാത്രമല്ല, സെക്യുലർ ബോധമുള്ള പാർട്ടിക്ക്, ഇന്ത്യയെ ഉൾക്കൊള്ളുന്നൊരു പാർട്ടിക്ക് ഒരിക്കലും വന്ദേമാതരം ഇന്ത്യയുടെ ദേശീയ ഗാനമാണെന്ന് പറയാൻ പറ്റില്ല. AICC ആസ്ഥാനത്ത് എല്ലാ വരികളും പാടി. എല്ലാ വരികളും പാടുമ്പോൾ രാഹുൽ ഗാന്ധിയും മല്ലികാർജുൻ ഖാർഗെയും സോണിയാഗാന്ധിയും എല്ലാം കേട്ടു നിന്നു. കോട്ടയം പൂഞ്ഞാറിൽ BJPക്ക് വേണ്ടി 4.5 കോടി എത്തിയെന്ന വെളിപ്പെടുത്തലിൽ മലക്കം മറിഞ്ഞ് PC ജോർജ്. തിരഞ്ഞെടുപ്പ് ഫണ്ടിൽ തട്ടിപ്പ് നടന്നുവെന്ന വിമർശനം BJP നേതാവ് PC ജോർജ് പിൻവലിച്ചു. BJPയിലെ 2 പ്രധാനപ്പെട്ട വ്യക്തികൾ തന്നെ തെറ്റിദ്ധരിപ്പിച്ചതാണ്. നേതൃത്വം കൃത്യമായ കണക്ക് ബോധ്യപ്പെടുത്തി. 40 ലക്ഷം രൂപ പോലും തന്റെ തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് ചിലവായിട്ടില്ലെന്നും BJP വിട്ട് എങ്ങും പോകില്ലെന്നും PC ജോർജ് പറയും. ഇവിടെ വലിയ രാജ്യം പ്രസംഗിക്കുക 4.5 കോടി രൂപ ചെലവഴിച്ചിട്ടുണ്ട് പാർട്ടി ഈ തെരഞ്ഞെടുപ്പ്. നിങ്ങൾക്കറിയാമോ? എത്ര പേർക്കറിയാം? നിങ്ങൾ രാജ്യത്തിന് വീതം പറ്റിയിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. നിങ്ങൾ സ്വയം ചിന്തിച്ചു. ആ രൂപ ഞാൻ തൊട്ടില്ലെന്ന് മാത്രമല്ല, അത് മുഴുവൻ നമ്മുടെ സരി പുരീക്കാരനെ ഏൽപ്പിച്ചേക്കണം. എനിക്ക് പറ്റില്ല. ഇലക്ഷൻ കഴിഞ്ഞ് എല്ലാവരും വിളിച്ചു ചോദിച്ചപ്പോൾ ഞാൻ ചോദിച്ചു, സരി ആ കണക്ക് തരാമോ? ഒരു കണക്ക് തരാമെന്ന് 3 ദിവസം കഴിഞ്ഞപ്പോൾ ഒരു കണക്ക് ഇങ്ങോട്ട് തന്നു. 4 കോടി 45 ലക്ഷം രൂപ ചെലവായതായിട്ട് കണക്കുണ്ട്. ഞാൻ ആരെയും കാണിക്കാൻ പോയില്ല. കാരണം അത് കാണിച്ചത് നമ്മുടെ പാർട്ടി പ്രവർത്തകർ കൂടെ നടക്കണം. അത് പലരും ഞാൻ വിളിച്ചു വെച്ചാൽ അവർ അറിഞ്ഞിട്ടില്ല. ഒരു ബൂത്തിൽ 31,000 രൂപ വെച്ച് കൊടുക്കാൻ ശക്തമായ നിർദ്ദേശം കൊടുക്കുക. എത്ര ബൂത്തിൽ കൊടുക്കും? കഴിഞ്ഞ ദിവസം എരുമേലിയിൽ BJPയുടെ പ്രാദേശിക യോഗത്തിലായിരുന്നു PC ജോർജിന്റെ വിമർശനം. പൂഞ്ഞാർ നിയോജക മണ്ഡലത്തിൽ BJPയുടെ തെരഞ്ഞെടുപ്പ് ഫണ്ടായി ലഭിച്ച 4.5 കോടി രൂപയിൽ തട്ടിപ്പ് നടന്നുവെന്ന് PC ജോർജ് വിമർശനം ഉന്നയിച്ചു. ഫണ്ട് കൈകാര്യം ചെയ്തിരുന്ന സജി കുരിക്കാട് 4 കോടി 45 ലക്ഷം രൂപ ചിലവായതിന്റെ കണക്ക് തന്നുവെന്നും എന്നാൽ കണക്കിൽ പറഞ്ഞിട്ടുള്ള പലർക്കും താൻ വിളിച്ചു ചോദിച്ചപ്പോൾ പണം ലഭിച്ചിട്ടില്ല എന്നാണ് അറിഞ്ഞതെന്നുമായിരുന്നു PC ജോർജിന്റെ വിമർശനം. ബൂത്ത് കമ്മിറ്റികൾക്ക് നൽകാൻ നിശ്ചയിച്ച 31,000 രൂപ പോലും കൊടുത്തിട്ടില്ലെന്നും നേതാക്കൾ പലരും ഇപ്പോൾ കാറുകൾ വാങ്ങുന്നുവെന്നും PC ജോർജ് ആരോപിച്ചു. എന്നാൽ സംഭവം വിവാദമായതിന് പിന്നാലെ തിരഞ്ഞെടുപ്പ് ഫണ്ടിൽ തട്ടിപ്പ് നടന്നിട്ടില്ലെന്ന് വിശദീകരിച്ച് PC ജോർജ് രംഗത്തെത്തി. 2 നേതാക്കൾ തന്നെ തെറ്റിദ്ധരിപ്പിച്ചതായിരുന്നു. BJP നേതൃത്വം ചിലവായ തുകയുടെ കൃത്യമായ കണക്ക് തന്നെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ടെന്നും PC ജോർജ് പറഞ്ഞു. അപ്പം ഞാൻ അവിടെ പറഞ്ഞു 4 കോടി 45 ലക്ഷം രൂപ കിട്ടിയത് ആരൊക്കെ കട്ടു, എവനൊക്കെ തിന്നു എന്ന് അറിയേണ്ടതായിട്ടുണ്ടെന്ന് ഞാൻ 2 ചൂടായി. പക്ഷേ രസം എന്താണെന്ന് ചോദിച്ചാൽ അത് കഴിഞ്ഞ് പാർട്ടി നേതൃത്വം എന്നെ ബന്ധപ്പെട്ടു. ഔദ്യോഗിക കണക്കുകൾ പൂർണ്ണമായിട്ട് എന്നെ കാണിച്ചു. മാത്രം 100 രൂപ കൊടുത്തു പോലും കണക്ക് എഴുതി എന്നെ കാണിച്ചു. അപ്പോൾ എനിക്ക് മനസ്സിലായി ഒരു പൈസ പോലും ആരും മോട്ടിച്ചിട്ടുമില്ല, കൊടുത്തിട്ടുമില്ല. ഒരു അസംബ്ലി സീറ്റിൽ സ്ഥാനാർത്ഥി ചിലവഴിക്കാവുന്ന പണം 40 ലക്ഷം രൂപയാണ്. അതിൽ 40 എനിക്ക് ചിലവായിട്ടില്ല. അതാ രസം. താൻ തെരഞ്ഞെടുപ്പ് ഫണ്ട് പിരിക്കുകയോ കൈകാര്യം ചെയ്യുകയോ ചെയ്തിട്ടില്ല. തന്നെ തെറ്റിദ്ധരിപ്പിച്ചവർ തന്നെയാവും തന്റെ വിമർശനം പുറത്തുവിട്ടതെന്നും PC ജോർജ് പറഞ്ഞു. ഒരു ഘട്ടത്തിൽ തന്റെ ജീവൻ രക്ഷിച്ചത് RSSും BJPയുമാണ്. അതിനാൽ BJP വിട്ട് മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയിലേക്കും പോകില്ലെന്നും PC ജോർജ് കൂട്ടിച്ചേർത്തു. അമൃത ന്യൂസ്, കോട്ടയം. BJPക്കുള്ളിലെ തിരഞ്ഞെടുപ്പ് ഫണ്ട് തട്ടിപ്പുമായി ബന്ധപ്പെട്ട് പാർട്ടിക്ക് യാതൊരു പരാതിയും ലഭിച്ചിട്ടില്ലെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ MLA. അന്വേഷണ കമ്മീഷനെയോ അച്ചടക്ക സമിതിയെയോ നിയോഗിച്ചിട്ടുണ്ടെന്ന വാർത്തകൾ അടിസ്ഥാനരഹിതമാണെന്നും 6 ലക്ഷം അംഗങ്ങളുള്ള പാർട്ടിയിൽ അച്ചടക്ക നടപടി സ്വാഭാവികമാണെന്നും അദ്ദേഹം പറഞ്ഞു. 5-6 ലക്ഷം പ്രവർത്തകരുടെ രാഷ്ട്രീയ പാർട്ടിയിലെ ഒരു നോർമൽ കോഴ്സ് ഓഫ് ആക്ഷനാണ് ഡിസിപ്ലിനറി ആക്ഷൻ, ഷോ കോസ് നോട്ടീസ്. ഇതെല്ലാം എപ്പോഴും നടക്കുന്നതാണ്. ഇതെന്താ പെട്ടെന്ന് ഇന്നലെ തുടങ്ങിയതാണോ? പക്ഷേ ഇതിന് നിങ്ങൾ സെൻസേഷണൽ ആക്കിയിട്ട് നിങ്ങളുടെ TRPക്ക് വേണ്ടി ഓരോന്ന് പറയുമ്പോൾ എനിക്ക് അതിനെക്കുറിച്ചൊന്നും പറയാനൊന്നുമില്ല. ഇത് ഞങ്ങളുടെ ഒരു കോൺഫിഡൻഷ്യൽ പ്രോസസ്സാണ്. ഉള്ളിൽ നടക്കുന്ന കാര്യങ്ങൾ ഉള്ളിൽ നടക്കും. ഇതിനെക്കുറിച്ച് ഞാൻ ഒന്നും ഇനി കൂടുതൽ പറയാൻ താല്പര്യമില്ല. എന്നോട് ചോദിച്ചു, ഞാൻ പറഞ്ഞു. ഇനിയിപ്പോൾ ഇതിനെക്കുറിച്ച് എനിക്ക് സമയമില്ല, പറയാൻ താല്പര്യമില്ല.
BJP വിട്ട് നടൻ ദേവൻ പൊതുവേദിയിൽ പ്രഖ്യാപനം. സംസ്ഥാന വൈസ് പ്രസിഡന്റ് സ്ഥാനവും രാജിവെച്ചു. കണിച്ചുകുളങ്ങര ദേവീക്ഷേത്രത്തിലെ പരിപാടിയിലാണ് രാജി പ്രഖ്യാപനം. പ്രാഥമിക അംഗത്വവും രാജിവെച്ചിട്ടുണ്ട്. കത്തുടൻ സംസ്ഥാന നേതൃത്വത്തിന് കൈമാറും. ഇതാണ് ആ വേദി. അമ്മയുടെ സാന്നിധ്യത്തിൽ, മഹനീയമായ ഇവിടെ ഇരിക്കുന്ന മഹനീയ വ്യക്തികളുടെ സാന്നിധ്യത്തിൽ, നിങ്ങളുടെ സാന്നിധ്യത്തിൽ ഞാൻ ഭാരതീയ ജനതാ പാർട്ടിയുടെ വൈസ് പ്രസിഡന്റാണെന്ന് നേരത്തെ പറഞ്ഞല്ലോ. ആ വൈസ് പ്രസിഡന്റ് സ്ഥാനവും ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രാഥമിക അംഗത്വവും രാജിവെക്കാനുള്ള രാജിക്കത്ത് ഞാൻ എഴുതി വച്ചിരിക്കുന്നു. LDF യോഗം നാളെ തിരുവനന്തപുരത്ത് ചേരും. നിയമസഭാ തെരഞ്ഞെടുപ്പ് തോൽവിക്ക് ശേഷം ആദ്യമായാണ് യോഗം ചേരുന്നത്. പല വേദികളിലായി CPI ഉന്നയിച്ച പ്രതിപക്ഷ ഉപനേതാവ് സ്ഥാനം യോഗത്തിൽ ആവശ്യപ്പെട്ടേക്കും. അതേസമയം CPM അത് അംഗീകരിക്കാനുള്ള സാധ്യത നിലവിലില്ല. നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ശേഷം LDF യോഗം ചേർന്നിരുന്നില്ല. തിരഞ്ഞെടുപ്പ് തോൽവി വിലയിരുത്തുന്നതിനും മുന്നണി യോഗം ചേർന്നില്ല. പ്രതിപക്ഷ ഉപനേതാവ് പദവി സംബന്ധിച്ച് CPM-ഉം CPI-യും തമ്മിലുണ്ടായ തർക്കവും യോഗം ചേരുന്നതിന് തടസ്സമായിരുന്നു. കൂടാതെ കൂടിയാലോചനകൾ ഉണ്ടാകുന്നില്ലെന്നും ഏകോപനക്കുറവും ഘടകകക്ഷികൾ ചൂണ്ടിക്കാട്ടിയിരുന്നു. ഇതിനിടെയാണ് യോഗം ചേരാൻ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. നാളെ വൈകിട്ട് 4 മണിക്ക് തിരുവനന്തപുരത്താണ് യോഗം. നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം അവലോകനവും സർക്കാരിനെതിരായ സമരപരിപാടികളുമാണ് യോഗത്തിന്റെ അജണ്ട. പ്രതിപക്ഷ ഉപനേതാവ് വിഷയത്തിലും വിശദമായ ചർച്ച യോഗത്തിലുണ്ടായേക്കും. ഉപനേതാവ് സ്ഥാനം വിട്ടുകൊടുക്കാനാവില്ലെന്നാണ് CPM നിലപാട്. ഉപനേതൃ പദവിയിൽ വിട്ടുവീഴ്ചയ്ക്കില്ലെന്ന് CPI-യും അറിയിച്ചിരുന്നു. ഇക്കാര്യം മുന്നണി യോഗത്തിൽ ഉന്നയിക്കുകയും ചെയ്യും. അമൃത ന്യൂസ്, തിരുവനന്തപുരം. സോഷ്യൽ മീഡിയയിൽ തരംഗമായ വൈറൽ താരം മുഹമ്മദ് സിയാന്റെ കുട്ടി സഖാവ് എന്ന ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിന് മെറ്റയുടെ പൂട്ട്. കൂട്ടുകാർക്കൊപ്പം ഉണ്ടാക്കിയ പാർട്ടി ഓഫീസും ബാലസംഘം പ്രവർത്തനങ്ങളും കാണിക്കുന്ന വീഡിയോ ഹിറ്റായതിന് തൊട്ടു പിന്നാലെയാണ് ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് നീക്കം ചെയ്തത്. ഇതാണ് ഞങ്ങളെ പാർട്ടി ഓഫീസ്. ആ റെഡ് കുപ്പായിട്ടോനാണ് ബാലസംഘ പ്രസിഡന്റ്. ഞാൻ പിന്നെ ഞങ്ങൾക്ക് സാധനം കാണിച്ചു തരാം. ബാലസംഘ കാലടി സംസ്കൃത സർവകലാശാലയിലെ പ്രതിഷേധത്തിൽ 4 SFI പ്രവർത്തകർ കസ്റ്റഡിയിൽ. PC സീസ തോമസ് നൽകിയ പരാതിക്ക് പിന്നാലെയാണ് നടപടി. മെബിൻ, യദുകൃഷ്ണൻ, ബേസിൽ, വിജീഷ് എന്നിവരാണ് കസ്റ്റഡിയിലായത്. കയ്യേറ്റം ചെയ്തുവെന്ന് സീസ തോമസിന്റെ പരാതിയിലും പോലീസിന്റെ കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയെന്ന കേസിലുമാണ് നടപടി. എന്നാൽ വിദ്യാർത്ഥി സമരത്തെ കള്ളക്കേസുകൊണ്ടും അറസ്റ്റുകൊണ്ടും അടിച്ചമർത്താമെന്ന് സീസ തോമസ് പോലീസും കരുതേണ്ട എന്ന് SFI പ്രതികരിച്ചു. വിവരങ്ങൾ നൽകാൻ KK പ്രശാന്ത് ഉണ്ട്. പ്രശാന്ത്, സീസ തോമസിന്റെ പരാതിയിലാണല്ലോ ഇത്തരത്തിലൊരു പോലീസ് നടപടി. SFI എങ്ങനെയാണ് ഇതിനെ കാണുന്നത്? എന്താണ് പ്രതികരിച്ചത്? ഒപ്പം ഈ പരാതിയിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ആരോപിക്കുന്നത്? വിവരങ്ങൾ എങ്ങനെ? അശ്വതി, 2 പരാതിയാണ് പ്രധാനമായും പോലീസ് ഇക്കാര്യത്തിൽ എടുത്തിട്ടുള്ളത്. ഒന്ന്, ഈ പരാതിയിൽ 2 കേസുകൾ. അതായത് ഒരു കേസ് എന്ന് പറയുന്നത് സിസ തോമസ് നൽകിയ പരാതിയാണ്. അതായത് സിസ തോമസിന്റെ ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തി എന്നുള്ളതാണ് പ്രധാനമായും പറയുന്നത്. അവരെ ആക്രമിക്കാൻ ശ്രമിച്ചു എന്നുള്ളതാണ് പരാതിയിൽ വ്യക്തമാക്കുന്നത്. അത് ഇന്ന് രാവിലെ നൽകിയ പരാതിയാണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മറ്റൊരു പരാതി പോലീസ് സ്വമേധയാ എടുത്തതാണ്. പോലീസിന്റെ നടപടികൾ തടസ്സപ്പെടുത്തി എന്ന് ചൂണ്ടിക്കാട്ടിയാണ് പോലീസ് ഇത്തരത്തിലൊരു പരാതി ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു കേസെടുത്തത്. 2 FIR ആണ് നിലവിൽ ഈ SFI പ്രവർത്തകർക്കെതിരെയും നേതാക്കൾക്കെതിരെയും ഈ ഘട്ടത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഈ 4 പേരെയാണ് നിലവിൽ SFI നേതാക്കൾ അടങ്ങുന്ന 4 പേരെയാണ് ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുള്ളത്. ഈ കസ്റ്റഡിയിലെടുത്ത 4 പേരിൽ 2 പേരെ വീട്ടിൽ നിന്നാണ് കസ്റ്റഡിയിലെടുത്തത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അതായത് വീട്ടിലെത്തി ഇവരെ അറസ്റ്റ് ചെയ്യുന്നതാണ്. മുൻകൂട്ടി നേരത്തെ അറിയിപ്പൊന്നും നൽകാതെയുള്ള നടപടി എന്നുള്ളതാണ് SFI ആരോപിക്കുന്നത്. സംസ്ഥാന കമ്മിറ്റി അംഗം മെബിൻ ജോസ് ഉൾപ്പെടെയുള്ള 4 പേരാണ്. അതോടൊപ്പം തന്നെ കോളേജിന്റെ SFI യൂണിറ്റ് ജോയിന്റ് സെക്രട്ടറി ഉൾപ്പെടെയുള്ളവർ ഈ അറസ്റ്റിലായ കസ്റ്റഡിയിലെടുത്തവരിൽ ഉൾപ്പെടുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെ 4 പേരെയാണ് എടുത്തിട്ടുള്ളത്. SFI ശക്തമായ പ്രതിഷേധം ഇതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് വെക്കുന്ന SFI പറയുന്നത് കഴിഞ്ഞ 28 ദിവസമായി ഇത്തരത്തിലൊരു സമരം ആ ക്യാമ്പസിൽ നടക്കുന്നുണ്ട്. അതിൽ പ്രധാനമായി 18 ആവശ്യങ്ങൾ മുന്നോട്ട് വെച്ചാൽ ഏറ്റവും ശരി പ്രശാന്ത്.
ശരി പ്രശാന്ത്, കാലടി സംസ്കൃത സർവകലാശാലയിലെ പ്രതിഷേധത്തിൽ 4 SFI പ്രവർത്തകർ കസ്റ്റഡിയിലായിരിക്കുന്നു. VC സിസ തോമസ് നൽകിയ പരാതിക്ക് പിന്നാലെയാണ് പോലീസിന്റെ നടപടി. 2 FIR ആണ് ഇട്ടിട്ടുള്ളത് എന്നതാണ് മനസ്സിലാക്കുന്നത്. ഒപ്പം ഇവരെ കസ്റ്റഡിയിലെടുത്തത് വീട്ടിൽ നിന്നുമാണെന്നാണ് SFI ആരോപിക്കുന്നത്. വിവരങ്ങളാണ് KK പ്രശാന്ത് കൊച്ചിയിൽ നിന്നും നൽകിയത്. മറ്റു വാർത്തകൾ നോക്കാം. കേരള സർവകലാശാല വൈസ് ചാൻസലർ മോഹനൻ കുന്നുമലിന്റെ വന്ദേ മാതരത്തെക്കുറിച്ചുള്ള പരാമർശത്തിൽ പ്രതിഷേധവുമായി SFIയും KSUവും നാളെ സർവകലാശാല ആസ്ഥാനത്തേക്ക് മാർച്ച് നടത്തും. VCക്കെതിരെ KSUവും രംഗത്തെത്തി. RSS സംഘടിപ്പിച്ച പരിപാടിയിലെ പ്രസംഗത്തിൽ വന്ദേ മാതരവുമായി ബന്ധപ്പെട്ട് നടത്തിയ പരാമർശമാണ് വിവാദമായത്. RSS തിരുവനന്തപുരം മണിവിളയിൽ സംഘടിപ്പിച്ച സങ്കൽപ് 2026 എന്ന പരിപാടിയിലായിരുന്നു കേരള സർവകലാശാല VC മോഹനൻ കുന്നുമലിന്റെ പരാമർശം. കുഞ്ഞുങ്ങളെ നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്നത് ഭാരതമാതാവാണ്. വികസിത ഭാരതത്തിനു വേണ്ടി ഇവരെ നിങ്ങളുടെ വീട്ടിൽ ഏൽപ്പിച്ചിരിക്കുകയാണ്. ഭാരതം അമ്മയായതിനാലാണ് വന്ദേമാതരം എന്ന് പാടുന്നത്. അമ്മ ആരാണ് എന്നറിയാത്തവരാണ് വന്ദേമാതരം എതിർക്കുന്നത്. അവരും മാറും, ഈ നാട് മാറുകയാണ് എന്നുമായിരുന്നു മോഹനൻ കുന്നുമലിന്റെ പരാമർശം. പക്ഷേ അമ്മ ആരാണെന്ന് അറിയുന്ന ആളുകൾ, അമ്മ എന്താണെന്ന് അറിയുന്ന ആളുകൾ വന്ദേമാതരം എന്ന് തന്നെ എപ്പോഴും പറയും. പരാമർശത്തിന് പിന്നാലെ ശക്തമായ എതിർപ്പുമായി SFIയും KSUവും ഉൾപ്പെടെയുള്ള സംഘടനകൾ രംഗത്തെത്തി. VC പദവിയുടെ അന്തസ്സിന് നിരക്കാത്ത വാക്കുകളാണിത് എന്നാണ് ഉയരുന്ന വിമർശനം. നാളെ കേരള സർവകലാശാല ആസ്ഥാനത്തേക്ക് SFI മാർച്ച് നടത്തും. പ്രതിഷേധ പരിപാടികളുമായി മുന്നോട്ടു പോകാനാണ് KSUവിന്റെയും തീരുമാനം. അമൃത ന്യൂസ്, തിരുവനന്തപുരം. മെസ്സിയെ കേരളത്തിലെത്തിക്കുമെന്ന വാഗ്ദാനം നൽകി സേവന നികുതിയിൽ വെട്ടിപ്പ് നടത്തിയതിൽ GST അന്വേഷണം നാളെ ആരംഭിക്കും. സ്പോൺസറായ റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനി 22.68 കോടി രൂപ അടയ്ക്കാത്തതാണ് GST വകുപ്പ് അന്വേഷിക്കുന്നത്. പ്രത്യേക അന്വേഷണ സംഘം നാളെ കാഞ്ഞങ്ങാട് നേരിട്ടെത്തി പരിശോധനയും നടത്തും. കാഞ്ഞങ്ങാട് GST ഉദ്യോഗസ്ഥരാണ് നികുതി തട്ടിപ്പ് കണ്ടെത്തിയത്. GST വകുപ്പ് നിയോഗിച്ച ഡെപ്യൂട്ടി കമ്മീഷണർ C ബ്രിജേഷിന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക 5-അംഗ സംഘമാണ് നാളെ അന്വേഷണം ആരംഭിക്കുക. അർജന്റീന ഫുട്ബോൾ ടീമിനെയും ലയണൽ മെസ്സിയെയും കേരളത്തിലെത്തിക്കാൻ സ്പോൺസർ കമ്പനി നടത്തിയ 126 കോടിയുടെ വിദേശ വിനിമയ ഇടപാടിന് 22.68 കോടി സേവന നികുതി അടയ്ക്കാത്തതിലാണ് അന്വേഷണം. സേവന നികുതി അടച്ചില്ലെന്ന് നികുതി വിഭാഗം കണ്ടെത്തിയതിനെ തുടർന്ന് കാഞ്ഞങ്ങാട് ഓഫീസ് സ്പോൺസർക്ക് 5 തവണ നോട്ടീസ് നൽകിയിരുന്നു. ഓഗസ്റ്റിൽ സ്പോൺസർ കമ്പനി ഉടമകൾ ഹാജരായെങ്കിലും രേഖകൾ കൈമാറിയിരുന്നില്ല. വിഷയം കൈകാര്യം ചെയ്തിരുന്ന ഉദ്യോഗസ്ഥരുടെ മൊഴി ആദ്യം രേഖപ്പെടുത്തും. മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ നിർദ്ദേശപ്രകാരമാണ് SIT രൂപീകരിച്ച് അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. നികുതി വെട്ടിപ്പ് കൂടാതെയുള്ള മറ്റ് തട്ടിപ്പുകളിലും സർക്കാർ അന്വേഷണം ഉടൻ ആരംഭിക്കും. അമൃത ന്യൂസ്, തിരുവനന്തപുരം. ഓണത്തിന്റെ വരവറിയിച്ച് അത്തച്ചമയ ഘോഷയാത്ര. കേരളത്തിന്റെ ഔദ്യോഗിക ഓണാഘോഷങ്ങൾക്ക് വർണ്ണാഭമായ തുടക്കം കുറിച്ച് തൃപ്പൂണിത്തുറ അത്തച്ചമയത്തിന് തിരിതെളിഞ്ഞു. തൃപ്പൂണിത്തുറ ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന ചടങ്ങിൽ മുഖ്യമന്ത്രി VD സതീശൻ ആഘോഷങ്ങൾ ഉദ്ഘാടനം ചെയ്തു. തൃപ്പൂണിത്തുറയെ ചരിത്ര പൈതൃക നഗരമാക്കി മാറ്റണമെന്ന് മുഖ്യമന്ത്രി ആഹ്വാനം ചെയ്തു. പ്രസിദ്ധമായ അത്തച്ചമയ ഘോഷയാത്ര നടൻ ജഗദീഷ് ഫ്ളാഗ് ഓഫ് ചെയ്തു. ഓണത്തിന്റെ വരവറിയിച്ച് തൃപ്പൂണിത്തുറയിൽ വർണ്ണാഭമായ അത്തച്ചമയ ഘോഷയാത്ര നടന്നു. അത്തം നഗറായ തൃപ്പൂണിത്തുറ ഗവൺമെന്റ് ബോയ്സ് സ്കൂൾ മൈതാനിയിൽ നടന്ന ചടങ്ങിൽ മുഖ്യമന്ത്രി VD സതീശൻ അത്താഘോഷം ഉദ്ഘാടനം ചെയ്തു. മന്ത്രി അനൂപ് ജേക്കബ് അത്തപതാക ഉയർത്തി. ഘോഷയാത്ര നടൻ ജഗദീഷ് ഫ്ളാഗ് ഓഫ് ചെയ്തു. തൃപ്പൂണിത്തുറയെ ചരിത്ര പൈതൃക നഗരമാക്കണമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. അത്തച്ചമയം മതസൗഹാർദ്ദത്തിന്റെ ഒരുമ വിളിച്ചോതുന്നതാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കൊച്ചി രാജ്യവും ഈ തൃപ്പൂണിത്തുറയും മതസൗഹാർദ്ദത്തെക്കുറിച്ച് ഉറക്കെ വിളിച്ചു പറഞ്ഞിരുന്ന ഒരു നാടാണ്. എനിക്ക് തോന്നുന്നത് തൃപ്പൂണിത്തുറയെ നമുക്ക് ഒരു ചരിത്ര നഗരമാക്കി, ഒരു പൈതൃക നഗരമാക്കി ഉയർത്തിക്കൊണ്ടുവരാം. തൃപ്പൂണിത്തുറയ്ക്ക് ആ പൈതൃകമുണ്ട്. ആവശ്യമില്ലാത്ത രാഷ്ട്രീയമൊന്നും വലിച്ചടയ്ക്കരുത്. എല്ലാവരും കൂടി ചേർന്ന് ഒരു നല്ല പ്രപ്പോസൽ തയ്യാറാക്കിയാൽ തൃപ്പൂണിത്തുറയെ പൈതൃക നഗരമാക്കി ഇതിന്റെ മുഴുവൻ പാരമ്പര്യത്തെയും കാത്തു സൂക്ഷിക്കാൻ സർക്കാർ തയ്യാറാണ് എന്ന് ഈ അവസരത്തിൽ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു.
വർണ്ണാഭമായ അത്തച്ചമയ ഘോഷയാത്രയിൽ ആയിരങ്ങൾ പങ്കെടുത്തു. കേരളത്തിന്റെ തനത് കലാരൂപങ്ങൾ, സമകാലിക പ്രസക്തമായ നിശ്ചല ദൃശ്യങ്ങൾ, വിവിധ വാദ്യോപകരണങ്ങൾ തുടങ്ങി നിരവധി കാഴ്ചകൾ അണിനിരക്കുന്നതായിരുന്നു ഘോഷയാത്ര. ഇനി പൂവിളികളുടെ നാളുകളാണ്, ഓണാഘോഷങ്ങളുടെ നാളുകളാണ്. അതിനെല്ലാം തൃപ്പൂണിത്തുറയിൽ തുടക്കം കുറിച്ചിരിക്കുകയാണ്. ക്യാമറമാൻ ബിവിൻ ആലുവയ്ക്കൊപ്പം AT അശ്വതി, അമൃത ന്യൂസ്, കൊച്ചി. തലശ്ശേരി മാതാമൃതാനന്ദമയി മഠത്തിൽ ഓണാഘോഷം വിവിധ പരിപാടികളോടെ സംഘടിപ്പിച്ചു. രാവിലെ വിളക്ക് പൂജയോടെ ആരംഭിച്ച പരിപാടികൾക്ക് മഠാധിപതി സ്വാമി അഭേദാമൃതാനന്ദപുരി നേതൃത്വം നൽകി. തുടർന്ന് അമൃത ബാലകേന്ദ്രം, യുവജന വിഭാഗമായ യുദ്ധ എന്നിവയിലെ കുട്ടികളുടെ വിവിധ കലാപരിപാടികൾ അരങ്ങേറി. വിഭവ സമൃദ്ധമായ ഓണസദ്യയ്ക്ക് ശേഷം ഓണക്കളികളും നടന്നു. കണ്ണെത്തിട്ട് വെച്ചിട്ട് പുഷ്പമെടുത്ത് അത് അണയ്ക്കുക. നമഃ ഓം മഹേശ്വരിയൈ നമഃ ഓം മഹേശ്വരിയൈ നമഃ ഓം ശാന്തി ശാന്തി ശാന്തി. ഇന്ന് സമൂഹം നേരിടുന്ന ഏറ്റവും വലിയ ഒരു വിപത്തിനെക്കുറിച്ച് ചർച്ച ചെയ്യാനാണ്, അഥവാ അതിനെക്കുറിച്ച് നമ്മൾ ബോധവാന്മാരാകേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് പറയാനാണ്. ഇന്ന് നമ്മൾ പത്രം തുറന്നു നോക്കിയാൽ കാണാം, അച്ഛനെ അമ്മയെ കൊന്നിട്ട് പോകുന്ന മക്കൾ, ഉത്തമ സുഹൃത്തുക്കളെ കൊലപാതകം ചെയ്യുന്നവർ, അതുപോലെ തന്നെ ഓണത്തെ വരവേൽക്കാൻ ഒരുങ്ങി തൃശൂരും. ശക്തന്റെ തട്ടകത്തിൽ ഭീമൻ പൂക്കളമൊരുക്കി. വടക്കുന്നാഥ ക്ഷേത്രത്തിലെ തെക്കേ ഗോപുര നടയിലാണ് 62 അടി വ്യാസത്തിൽ പൂക്കളമൊരുക്കിയത്. തൃശൂരിലെ സായാഹ്ന സൗഹൃദ കൂട്ടായ്മയുടെ നേതൃത്വത്തിലാണ് ഭീമൻ പൂക്കളം ഒരുങ്ങിയത്. പുലർച്ചെ 5-ന് ആരംഭിച്ച പൂക്കളമൊരുക്കൽ 4 മണിക്കൂറിലധികം സമയമെടുത്താണ് പൂർത്തിയാക്കിയത്. 62 അടി വ്യാസത്തിൽ ഒരുക്കിയ പൂക്കളത്തിൽ പ്രധാനമായും മഞ്ഞയും ഓറഞ്ചും നിറത്തിലുള്ള ചെണ്ടുമല്ലിപ്പൂക്കളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. പുലർച്ചെ മുതൽ ഭീമൻ പൂക്കളം കാണാനായി വലിയ ജനത്തിരക്കാണ് തെക്കേ ഗോപുരനടയിൽ അനുഭവപ്പെട്ടത്. 19 വർഷങ്ങളോളമായി സായാഹ്ന സൗഹൃദ കൂട്ടായ്മ ഭീമൻ പൂക്കളം ഒരുക്കുകയാണ്. ഈ കൊല്ലത്തെ പൂക്കളം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ 18 വർഷമായ പൂക്കളമാണ്. ഞങ്ങൾക്കെല്ലാം ഒരേപോലെ തോന്നുന്ന ഒരു മഹത്തായൊരു സംരംഭമാണിത്. തൃശ്ശൂരിലെ സായാഹ്നങ്ങളിൽ സൗഹൃദം പങ്കുവയ്ക്കാൻ വരുന്നവരുടെ ഒരു കൂട്ടായ്മയാണ് സായാഹ്ന സൗഹൃദ കൂട്ടായ്മ. 18 വർഷം മുമ്പാണ് ഞങ്ങൾ ഈ ഉദ്യമം ആരംഭിച്ചത്. അന്നിപ്പോൾ തുടങ്ങിയതിനേക്കാളൊക്കെ എത്രയോ വലിയ നിലയിൽ ഈ പൂക്കളം എത്തിച്ചേർന്നു. ഇതിൽ ഞങ്ങളുടെ 150ഓളം വരുന്ന സന്നദ്ധ പ്രവർത്തകർ ദിവസങ്ങളോളം പണിയെടുത്തിട്ടാണ്. വലിയൊരു അധ്വാനമാണ് ഇതിൻ്റെ പിറകിൽ. 200ഓളം പേരുടെ കഷ്ടപ്പാടാണ് ഭീമൻ പൂക്കളമായി വിടർന്നത്. പൂക്കളത്തിൽ തുടങ്ങി കുമ്മാട്ടിയും പുലികളിയുമെല്ലാമായി ഓണത്തെ വരവേൽക്കാൻ ഒരുങ്ങുകയാണ് ശക്തന്റെ തട്ടകം. അമൃത ന്യൂസ്, തൃശൂർ. ചിങ്ങമാസ പൂജകൾക്കായി ശബരിമല ക്ഷേത്രനട തുറന്നു. തന്ത്രി കണ്ഠരര് ബ്രഹ്മദത്തിന്റെ സാന്നിധ്യത്തിൽ മേൽശാന്തി VN വാസുദേവൻ നമ്പൂതിരിയാണ് ശ്രീലകത്ത് ദീപം തെളിയിച്ച് നട തുറന്നത്. തുടർന്ന് തിരുമുറ്റത്തെ ആഴിയിൽ അഗ്നി പകർന്നു. ചിങ്ങമാസ പുലരിയായ നാളെ പുലർച്ചെ 5 മണിക്ക് നട തുറക്കുന്നതോടെ പ്രധാന ചടങ്ങുകളും വഴിപാടുകളും ആരംഭിക്കും. ശരണഘോഷങ്ങളാൽ മുഖരിതമായ അന്തരീക്ഷത്തിൽ ചിങ്ങമാസ പൂജകൾക്കായി ശബരിമല ക്ഷേത്രനട തുറന്നു. വൈകിട്ട് 5 മണിക്ക് തന്ത്രി കണ്ഠരര് ബ്രഹ്മദത്തിന്റെ സാന്നിധ്യത്തിൽ മേൽശാന്തി ED പ്രസാദ് നമ്പൂതിരിയാണ് ശ്രീലകത്ത് ദീപം തെളിയിച്ചത്. നട തുറന്ന ശേഷം മേൽശാന്തി 18ാം പടി ഇറങ്ങി തിരുമുറ്റത്തെ ആഴിയിൽ അഗ്നി പകർന്നു. ഇതോടെ ഇരുമുടിക്കെട്ടുമായി എത്തിയ ഭക്തജനങ്ങൾക്ക് 18ാം പടി ചവിട്ടി ദർശനം നടത്താനുള്ള സൗകര്യമൊരുങ്ങി. നട തുറന്ന ഇന്ന് പ്രത്യേക പൂജകളൊന്നുമില്ല.
ചിങ്ങമാസ പുലരിയായ നാളെ പുലർച്ചെ 5-ന് നട തുറക്കും. തുടർന്ന് നിർമ്മാല്യ ദർശനം, അഭിഷേകം, കിഴക്കേ മണ്ഡപത്തിൽ ഗണപതി ഹോമം, നെയ്യഭിഷേകം, അഷ്ടാഭിഷേകം, ഉഷപൂജ എന്നീ ചടങ്ങുകൾ നടക്കും. തുടർന്ന് വരുന്ന 1 വർഷത്തേക്കുള്ള കീഴ്ശാന്തിമാരുടെ നറുക്കെടുപ്പും നാളെ നടക്കും. പമ്പ ഗണപതി ക്ഷേത്രത്തിലെ വരുന്ന 1 വർഷത്തേക്കുള്ള മേൽശാന്തിയെ തിരഞ്ഞെടുക്കുന്ന നറുക്കെടുപ്പ് നാളെ രാവിലെ 9 മണിക്ക് പമ്പയിൽ നടക്കും. ചിങ്ങമാസ പൂജകൾ പൂർത്തിയാക്കി ഓഗസ്റ്റ് 21 രാത്രി 10 മണിക്ക് നട അടയ്ക്കും. തുടർന്ന് ഓണക്കാല പൂജകൾക്കായി ഓഗസ്റ്റ് 24 വൈകുന്നേരം 5 മണിക്കാണ് വീണ്ടും നട തുറക്കുക. അമൃത ന്യൂസ്, പത്തനംതിട്ട. ഹോർമൂസിനെ അമേരിക്കയുടെ ഭാഗമാക്കുമെന്ന ട്രംപിന്റെ ഭീഷണിക്കിടയിൽ ലോകത്തിലെ 1/5 ക്രൂഡ് ഓയിലും കടന്നുപോകുന്ന സമുദ്രപാതയിൽ ധാരണയിലെത്തിയെന്ന് ഇറാനും ഒമാനും. ചർച്ചകൾ ഇപ്പോഴും തുടരുകയാണെന്നും ഔദ്യോഗിക പ്രഖ്യാപനം ഉടനുണ്ടാകുമെന്നുമാണ് വിവരങ്ങൾ. ഹോർമൂസിലെ പശ്ചിമേഷ്യയിലേക്ക് കടക്കാനും തിരിച്ചു പോകാനും പ്രത്യേക റൂട്ടുകളാണ് തയ്യാറാക്കിയിരിക്കുന്നത്. എന്നാൽ US-ന്റെ നാവിക സാമ്പത്തിക ഉപരോധം അവസാനിപ്പിക്കാതെ ഹോർമൂസ് പൂർണ്ണമായും തുറക്കില്ലെന്ന നിലപാടിലാണ് ഇറാൻ. അതേസമയം പരസ്പരം വ്യോമാക്രമണത്തിലൂടെ വൻ നാശം വിതച്ച് റഷ്യയും യുക്രൈനും 4 വർഷത്തെ യുദ്ധത്തിനിടെ റഷ്യയെ ലക്ഷ്യമിട്ട് യുക്രൈൻ നടത്തിയ ഏറ്റവും വലിയ ഡ്രോൺ ആക്രമണത്തിൽ 7 പേർ കൊല്ലപ്പെട്ടു. പിന്നാലെ യുക്രൈനിൽ ഉടനീളം റഷ്യ നടത്തിയ മിസൈൽ ഡ്രോൺ ആക്രമണത്തിൽ 8 പേരും കൊല്ലപ്പെട്ടു.